എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം പരീക്ഷാ ഫലം മെയ് 20-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ ഈ ഒരു റിസൾട്ട് +1 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാ ഫലം എങ്ങനെയാണ് പരിശോധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികളുടെ +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കുന്ന ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് kerala-results.nic.in എന്ന വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ മാത്രമാണ് സാധാരണഗതിയിൽ വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് ഇയറിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കാറുള്ളത്. മറ്റു വെബ്സൈറ്റുകളിലൊന്നും ഈ ഒരു +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കാറില്ല. +2 റിസൾട്ട് ആണെങ്കിൽ മറ്റു വെബ്സൈറ്റുകളിലും അതുപോലെ തന്നെ +1ൻ്റേതും അധികം പ്രസിദ്ധീകരിക്കാറില്ല. +2 ആണെങ്കിലും അതുപോലെ തന്നെ SSLC റിസൾട്ട് ഒക്കെ ആണെങ്കിൽ മറ്റു വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഈ ഒരു +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് അതുപോലെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം പരീക്ഷാ ഫലം ഈ ഒരു വെബ്സൈറ്റിൽ മാത്രമാണ് പ്രസിദ്ധീകരിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് kerala-results.nic.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റിസൾട്ട് ഏകദേശം ഒരു ഏപ്രിൽ 20-ാം തീയതിക്ക് ശേഷം വരും. ഏപ്രിൽ 20-നോ 20-ാം തീയതിക്ക് ശേഷമോ ആയിട്ടാണ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഏപ്രിൽ 20-ന് ശേഷം ഏകദേശം ഒരു 2-3 ദിവസം മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നിങ്ങളുടെ റിസൾട്ട് വരും. അപ്പോൾ ഈ റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് എങ്ങനെ റിസൾട്ട് പരിശോധിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാ ഫലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അതായത് DHSC ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് അല്ലെങ്കിൽ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കാം. അപ്പോൾ അത് ആ ഒരു പേര് എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലാണ് ടൈപ്പ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് ഈ ഒരു പേര് വരുന്നത്. അപ്പോൾ ജസ്റ്റ് അതായത് ഈ ഒരു അപ്ലോഡ് ചെയ്യുന്നവർ ഏത് നെയിമാണ് കൊടുക്കുന്നത്. അതായത് ചില സമയത്ത് DHSC ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക. ചില സമയത്ത് DHSC ഫസ്റ്റ് ഇയർ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതനുസരിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഏത് വർഷത്തേതാണ്, അതായത് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് അതിൽ ഡേറ്റും അതായത് ആ ഒരു എക്സാം നടന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ അതായത് മറ്റൊരു പേജിലേക്ക് ആ ഒരു ലിങ്ക് പോകുന്നതാണ്. അതായത് ആ ഒരു DHSC ഫസ്റ്റ് ഇയറിൻ്റെ ആ ഒരു റിസൾട്ടിൻ്റെ ആ ഒരു പേജിലേക്കാണ് പോവുക. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് 2023-ലേതാണ്. കാരണം 24-ൽ ഈ ഒരു ഇംപ്രൂവ്മെൻറ്റിൻ്റെ പരീക്ഷ നടന്നിട്ടില്ല. 25-ലാണ് പിന്നീട് ഇപ്പോഴാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അതുകൊണ്ടാണ് 2023-ലെ ലിങ്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾ ഫസ്റ്റ് ഇയറിൻ്റെ അത് നിങ്ങളുടെ പരീക്ഷയുടെ അത് ഈ ഒരു പരീക്ഷയുടെ റോൾ നമ്പർ നൽകുക, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. അതായത് നിങ്ങൾ ഏതൊക്കെ വിഷയമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്തത്, അതല്ലെങ്കിൽ സേ പരീക്ഷ ചെയ്തത്, അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റലായിട്ട് പരീക്ഷ ചെയ്തത്. കമ്പാർട്ട്മെൻറ്റിലൊക്കെ സേ വിഭാഗത്തിലാണ് വരിക. അപ്പോൾ ആ ഒരു വിഭാഗത്തിലൊക്കെ ആയിട്ട് പരീക്ഷ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആ ഒരു മാർക്ക് ഡീറ്റെയിൽസും മറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട്, അത് നിങ്ങളുടെ സ്കൂളിൽ നിന്നും ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികളുടെ മാർക്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ടുള്ള ഓപ്ഷൻ കൊടുക്കാറുണ്ട്. സ്കൂൾ വൈസ് റിസൾട്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു പേജിലേക്ക് ലോഡായിട്ട് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു പേജിലേക്ക് ലോഡായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്കൂൾ വൈസ് റിസൾട്ടും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. സ്കൂൾ കോഡ് നൽകി കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ നിന്നും ഈ ഒരു +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളുടെ ആ ഒരു ഏതൊക്കെ വിഷയങ്ങളാണ് അവർ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മാർക്ക് മാത്രം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു kerala-results.nic.in എന്ന വെബ്സൈറ്റ് വഴി മാത്രമേ ഫസ്റ്റ് ഇയറിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷാ ഫലം അറിയാൻ സാധിക്കുള്ളൂ. മറ്റു വെബ്സൈറ്റുകൾ വഴി ഈ ഒരു +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം റിസൾട്ട് പ്രസിദ്ധീകരിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വെബ്സൈറ്റിലെ റിസൾട്ട് ലഭിക്കുള്ളൂ. മറ്റു വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്, എന്നാൽ അതിൽ ഈ ഒരു +2ൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു SSLCയുടെ റിസൾട്ട് മാത്രമാണ് സാധാരണ പ്രസിദ്ധീകരിക്കാറുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷയിൽ ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാ ഫലത്തിന് ശേഷം പിന്നീട് ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ +2 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് ഏകദേശം ആദ്യവാരത്തോടെ പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് ഈ ഒരു +2 റിസൾട്ട് വന്ന് ഏകദേശം ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.